ഏറ്റവും പുതിയ ട്രംപിന്റെ മുന്നറിയിപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ ട്രംപ് പറയുന്നു 3 ദിവസത്തിനുള്ളിൽ ഇറാൻ പൊട്ടിത്തെറിക്കും. അത് സ്വാഭാവികമായ പൊട്ടിത്തെറിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഫോക്സ് ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഈ വിവരങ്ങൾ പറയുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: അവരുടെ എണ്ണ പൈപ്പ് ലൈനുകൾ സ്വാഭാവികമായി തന്നെ പൊട്ടിത്തെറിക്കും. അവരുടെ സിസ്റ്റങ്ങളിൽ വലിയ അളവിൽ എണ്ണ ഒഴുകുന്നുണ്ട്. അത് അവർക്ക് കണ്ടെയ്നറിലേക്കും മറ്റും മാറ്റാനുള്ള അവരുടെ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുകയാണ്. പല റിഫൈനറുകളും പൂട്ടിയിരിക്കുന്നു. ഇത്തരം എണ്ണയുടെ മർദ്ദം താങ്ങാൻ കഴിയാതെ ഭൂമിക്കടിയിൽ തന്നെ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഊർജ്ജ വിശകലന വിദഗ്ധർ പറയുന്നത് ഇത്തരം സംഭവങ്ങൾ സംഭവിക്കാൻ സാധ്യതകളൊന്നും തന്നെയില്ല. ഇത്തരം പൈപ്പ് ലൈനുകളിൽ സുരക്ഷാ വാൽവുകളും സെൻസറുകളുമുണ്ട്. വേണമെങ്കിൽ അടിത്തട്ടിൽ തന്നെ ഉൽപ്പാദനം നിർത്തിവെക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട് എന്ന് ഈ ഊർജ്ജ വിശകലന വിദഗ്ധർ പറയുന്നു. ഏതായാലും ട്രംപ് പറയുന്നു 3 ദിവസത്തിനകം ഇറാന്റെ പൈപ്പ് ലൈനുകളും റിഫൈനറുകളും ഒക്കെ സ്വാഭാവികമായി പൊട്ടിത്തെറിക്കും എന്ന് പറയുന്നു. എന്നാൽ ഊർജ്ജ വിദഗ്ധർ പറയുന്നത് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നും പറയുന്നു. ഏതായാലും അത് ആ സ്വാഭാവികമായ പൊട്ടിത്തെറിയാണോ, ഇനി അമേരിക്ക ഇറാനിന്റെ ഈ ഊർജ്ജ സ്രോതസ്സുകൾ ആക്രമിക്കുന്നതിനെയാണോ ട്രംപ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമല്ല. മുൻപ് ട്രംപ് അത്തരത്തിലാണ് പറഞ്ഞിരുന്നത്. ഇവരുടെ പാലങ്ങളും അതുപോലെ ഊർജ്ജ സ്രോതസ്സുകളും തങ്ങൾ ആക്രമിച്ച് നശിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. ഏതായാലും എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ഒരു കാലയളവ് ട്രംപ് തന്നിട്ടുണ്ട്, 3 ദിവസത്തിനുള്ളിൽ എന്ന ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.